കൃത്യം 12 മണിക്ക് ഈ പപ്പാത്തി അമരുമ്പോൾ അത് ഓരോ മലയാളിയുടെയും മനസ്സിലെ നിരാശകളെയും തടസ്സങ്ങളെയും ചുട്ടരിക്കുകയാണ്. ആ കല്ലുകളിൽ ഒരു പുതിയൊരു പ്രഭാതം ഉദിക്കുമെന്ന ഉറച്ച വിശ്വാസമാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള ഓരോ ആളുകൾക്കുമുള്ളത്. അതുകൊണ്ട് തന്നെ പുതുവർഷത്തിൻ്റെ ഒരു കുഞ്ഞ് പാരമ്പര്യമനുസരിച്ച് പപ്പാഞ്ഞി കത്തിയമരുന്നത് ഒരു കുഞ്ഞിൻ്റെ ജന്മത്തിന് വേണ്ടിയാണ്. അതായത് 2025 എന്ന വാർദ്ധക്യത്തെ യാത്രയാക്കി 2026 എന്ന നന്മയുടെയും പ്രതീക്ഷയുടെയും കുഞ്ഞിനെ കൊച്ചി വരവേൽക്കുകയാണ്. ആ വരവേൽക്കുമ്പോൾ നമുക്ക് മുന്നിൽ കാണുന്നത് വളരെ പിഞ്ചു കുഞ്ഞുങ്ങളായിട്ടുള്ളവരുടെ ആ നൃത്തച്ചുവടുകളാണ്. എനിക്കൊപ്പമുള്ളത് 4 കുരുന്നുകളുണ്ട്. ദേ എന്താ പേര് മോനെ? ആഗ്നി. മോളുടെ പേരെന്താ? തൻവി. പൊന്നിന്റെ പേരെന്താ? സാൻവി. അങ്ങനെ ആഗ്നിയും തൻവിയും സാൻവിയും നമുക്കൊപ്പം ഇങ്ങനെ നൃത്തച്ചുവടുകളായിട്ട് വരികയാണ്. വാ, ആടിക്കോ പാടിക്കോ. തീർച്ചയായിട്ടും നമുക്കൊരു പുതുവർഷത്തെ സുന്ദരമായിട്ട് വരവേൽക്കാം. തൊട്ടപ്പുറത്ത് സ്പൈഡർമാനും ബാറ്റ്മാനും ഇതാ ഒരു കുഞ്ഞു സാന്റയും ഉണ്ട് നമുക്കൊപ്പം. അങ്ങനെ വളരെ വലിയൊരു കളർഫുള്ളായ ഒരു പുതുവർഷത്തെ നമുക്ക് വരവേൽക്കാം. ആ പുതുവർഷത്തിന്റെ ആ ഒരു ഇതാ തൊട്ടപ്പുറത്ത് 2 സാന്റകൾ കൂടി നിൽപ്പുണ്ട്. അങ്ങനെ എന്തായാലും ഈ വർഷം നമുക്ക് നല്ലൊരു പുതുവർഷം തന്നെയായിരിക്കും. ആ ഒരു കുഞ്ഞു സാന്റ കൂടി നമുക്കിപ്പം നിൽക്കുന്നു. അതാണ് ഈ കുഞ്ഞു മനസ്സുകളുടെയൊക്കെ ചിരിയും കളിയും ഒക്കെ ഇവിടെ ഈ ഫോർട്ട് കൊച്ചിയിലെ ഓരോ നിമിഷവും എല്ലാവരെയും ആനന്ദത്തിലാക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുരുന്നുകളുടെ ഡാൻസുകൾ കാണാൻ വേണ്ടി ഇവിടെ ഒരുപാട് പേര് കൂടി നിൽപ്പുണ്ട്. ആ കാഴ്ചകൾക്ക് വേണ്ടി എന്ത് രസമാണെന്നറിയാമോ? അവരുടെ ആ ഡാൻസും ആ പാട്ടിനൊപ്പമുള്ള അവരുടെ ആ ചുവടുവെപ്പുമെല്ലാം. അതെ, അവർക്കൊപ്പം വന്നിരിക്കുന്ന അവരുടെ മാതാപിതാക്കളെ നമുക്ക് വരപ്പെടാം. എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? ബാംഗ്ലൂർ. എങ്ങനെയുണ്ട് കൊച്ചിയിലെ ആഘോഷം? അടിപൊളി. ആരുടെ മോളുടെ പേരെന്താ? സാൻവി. മോള് തകർക്കല്ലേ? തീർച്ചയായിട്ടും കണ്ടില്ലേ? അവള് തകർക്കാണ്. സാൻവി, ഒരു ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞേ. ഹാപ്പി ന്യൂ ഇയർ പറ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. രണ്ടിനോട് വേണം ചോദിച്ചാൽ പാട്ട് പാടാൻ സാധ്യതയുണ്ട് കേട്ടോ. രണ്ടിനോട് ചോദിച്ചു നോക്കൂ. ആള് ഭയങ്കര ജോറായി അടിപൊളിയായി സ്മാർട്ട് ഗേളായി നിൽക്കാണ്. സാൻവി, ഒരു പാട്ട് പാടുമോ നമുക്ക് വേണ്ടി? ഒരു പാട്ട് പാട്. ഇല്ല. സാൻവി പാട്ട് പാടണം. മോളൊരു പാട്ട് പാടുമോ? ആ പാട്ട് നമുക്ക് വേണ്ടി സാൻവി പാട്. മോനിക്ക 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 കിറ്റി കിറ്റി മോനിക്ക 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 മോനിക്ക. അങ്ങനെ നമ്മുടെ സാൻവി നമുക്ക് വേണ്ടി ഒരു പാട്ടൊക്കെ പാടി ഗംഭീരമായിട്ട് നമ്മളെ കളർഫുൾ ആക്കിയൊക്കെയാണ്. അതായത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓരോ ആൾക്കാരുടെയും മനസ്സിൽ ഈ പറയുന്ന രീതിയിൽ 2026 എന്ന വാർദ്ധക്യത്തിന്റെ ആ വർഷത്തെ കളഞ്ഞുകൊണ്ട് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നമ്മൾ 2026 സ്വീകരിക്കാൻ 2025 കളഞ്ഞ ശേഷം. അപ്പോൾ അതിൻ്റെതായ ഒരു മാറ്റമുണ്ട്. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഓരോ കുരുന്നുകളെയും ഒക്കെയാണ്. എവിടെ നിന്നാ വരുന്നത്? വരാപ്പുഴ. എന്താ ഈ കുരുന്നിന്റെ പേര്? ഇവര് പേരെന്താ? അതേ കണ്ടില്ലേ, നല്ല ചോപ്പ് ഫാൻഡായിട്ട് വന്നേക്കെ കുഞ്ഞു കുഞ്ഞി അല്ലേ? എത്ര മാസമായി? 6 മാസം. അപ്പൊ ഈ ന്യൂ ഇയറിന് ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം എന്താ? ഞങ്ങളിവിടെ ഫോട്ടോ വെച്ചുകാരാണ് സ്ഥിരം വരുന്നത്. നമ്മുടെ ഈ ഫോട്ടോ വെച്ചിട്ടൊരു ന്യൂ ഇയർ പുതുവത്സര ആഘോഷമൊക്കെ എങ്ങനെയാണ്? കണ്ട് മനസ്സിലാക്കാലോ, വൈബാണ്, ഫുൾ വൈബാണ്. പക്ഷെ ഇതിനേക്കാളും വൈബായിരുന്നു മുന്നേ. ഇപ്പൊ തിരക്കായതുകൊണ്ട് അത്ര അങ്ങോട്ട് ആഘോഷിക്കാൻ പറ്റുന്നില്ല. നാട്ടുകാർക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. പുറത്തുനിന്നാണ് നമുക്ക് പറ്റില്ല സന്തോഷിക്കാം. പിന്നെ നമുക്ക് ഫോട്ടോ വെച്ചുകാരായതുകൊണ്ട് ചെറുപ്പം തുടങ്ങിയ സന്തോഷമാണ്. ഫോട്ടോ വെച്ചുകാരാണെങ്കിൽ പോലും പുറത്തു നിന്ന് ആളുകൾ വരുമ്പോ അവരെയൊക്കെ നമ്മൾ സ്വീകരിക്കണ്ടേ? അത് സ്വീകരിക്കും. അതെന്തായാലും ഫോട്ടോ വെച്ചുകാരെ സ്വീകരിച്ചിരിക്കും. അതാണ് നമ്മുടെ വൈബ് ഫോട്ടോ വെച്ച്. അപ്പം ലോകത്തിന്റെ നെറുകയിൽ നമ്മൾ അടയാളപ്പെടുത്തണമെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് ആളുകൾ വരണം. തീർച്ചയായും വരണം. അതിനല്ലേ ഇത്ര പബ്ലിസിറ്റി ആയി പോയി. ഇനി ഇതിങ്ങനെ പൊക്കോളും, ഉറപ്പായിട്ട് പൊക്കോളും. ഇതിങ്ങനെ പൊക്കോളും എന്നാണ് ഓരോരുത്തരും പറയുന്നത്. അങ്ങനെയാണ്.